ജാതി ഉന്മൂലനം ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭാഗം 15. അപരിഷ്കൃതരെ പരിഷ്കരിക്കുക എന്ന മാനവസ്നേഹ താൽപര്യത്തിന് ഒരു ശ്രമവും ഹിന്ദു ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഹിന്ദുക്കളിലെ ഉന്നത ജാതികൾ ഹിന്ദു പരിധിക്കുള്ളിലെ കീഴ്ജാതികളെ ഉന്നത ജാതിക്കാരുടെ സാംസ്കാരിക തലത്തിലേക്ക് ഉയരുന്നത് ബോധപൂർവം തടയുകയും ചെയ്യുന്നു. ഞാൻ 2 ഉദാഹരണം നൽകാം. ഒന്ന് സോണറുകളുടെയും മറ്റൊന്ന് പഥാരെ പ്രഭുക്കളുടെയുമാണ്. 2 സമുദായങ്ങളും മഹാരാഷ്ട്രയിൽ നന്നായി അറിയപ്പെടുന്നവരാണ്. തങ്ങളുടെ പദവി ഉയർത്താനാഗ്രഹിക്കുന്ന മറ്റ് സമുദായാംഗങ്ങളെപ്പോലെ ഈ 2 സമുദായങ്ങളും ഒരു ഘട്ടത്തിൽ ബ്രാഹ്മണരുടെ ചില രീതികളും ശീലങ്ങളും കൈക്കൊള്ളാൻ ശ്രമിച്ചു. സോണാറുകൾ ദൈവധന്യ ബ്രാഹ്മണരായി സ്വയം രീതികൾ കൈക്കൊണ്ടു. അവർ മടക്കുകളുള്ള ധോത്തികൾ ധരിക്കുകയും അഭിവാദനത്തിനായി നമസ്കാരം എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തു. ധോത്തി മടക്കി ഉടുക്കുന്നതും നമസ്കാരം പറയലും ബ്രാഹ്മണരുടേതായ സവിശേഷ കാര്യമായിരുന്നു. സോണാറുകളുടെ ഈ അനുകരണവും ബ്രാഹ്മണരാകാനുള്ള ശ്രമവും ബ്രാഹ്മണർക്ക് ഇഷ്ടമായില്ല. ബ്രാഹ്മണരുടെ രീതികൾ കൈക്കൊള്ളാനുള്ള സോണാറുകളുടെ ശ്രമം പേഷ്വാ ഭരണത്തിൻ കീഴിൽ ബ്രാഹ്മണർക്ക് വിജയകരമായി തടയാൻ കഴിഞ്ഞു. അവർക്ക് ബോംബെയിൽ താമസിക്കുന്ന സോണാറുകൾക്കെതിരെ അവിടെയുള്ള ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ബോംബെ കൗൺസിൽ പ്രസിഡന്റിനെക്കൊണ്ട് നിരോധനാജ്ഞ പുറപ്പെടുവിക്കാനും കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പഥാരെ പ്രഭുക്കൾക്കിടയിൽ ഒരു ആചാരമെന്ന രീതിയിൽ വിധവാ വിവാഹം നടപ്പിലാക്കിയിരുന്നു. പിന്നീട് ജാതിയിലെ ചിലർക്ക് വിധവാ വിവാഹമെന്ന ആചാരം സാമൂഹികമായ ഒരു അപകർഷതയായി തോന്നി. പ്രത്യേകിച്ച് വിധവാ വിവാഹം ബ്രാഹ്മണർക്കിടയിൽ നിലനിന്നിരുന്ന രീതിക്ക് വിരുദ്ധമാണ് എന്നതിനാൽ. തങ്ങളുടെ സാമൂഹിക പദവി ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ പഥാരെ പ്രഭുക്കൾ തങ്ങളുടെ ജാതിയിൽ നിലനിന്നിരുന്ന വിധവാ വിവാഹം നിർത്താനായി തീരുമാനിച്ചു. ഇതിനെച്ചൊല്ലി സമുദായം 2ആയി ഭിന്നിച്ചു. പുതിയ നടപടിയെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും. പേഷ്വാകൾ വിധവാ വിവാഹത്തിനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം ചേരുകയും അങ്ങനെ ഫലത്തിൽ ബ്രാഹ്മണ രീതികൾ പിന്തുടരുന്നതിൽ നിന്ന് പഥാരെ പ്രഭുക്കളെ നിരോധിക്കുകയും ചെയ്തു. മുഹമ്മദീയർ വാൾ ഉപയോഗിച്ചാണ് തങ്ങളുടെ മതം പടർത്തിയതെന്ന് ഹിന്ദുക്കൾ വിമർശിക്കാറുണ്ട്. അവർ ക്രിസ്ത്യാനികളെ മതദ്രോഹ വിചാരണയുടെ പേരിൽ പരിഹസിക്കാറുണ്ട്. പക്ഷേ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ തലത്തിൽ ആരാണ് കൂടുതൽ മികച്ചവരും ആദരാർഹരും? തങ്ങളുടെ പരമഗതി മോചനത്തിന് സമ്മതമല്ലാത്തവരുടെ കണ്ഠങ്ങളിൽ വാൾ ഉപയോഗിച്ച മുഹമ്മദീയരോ ക്രിസ്ത്യാനികളോ അതോ ഹിന്ദുക്കളോ? വെളിച്ചം പരത്താൻ കൂട്ടാക്കാത്തവരും മറ്റുള്ളവരെ ഇരുട്ടിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നവരും തങ്ങളുടെ ബൗദ്ധികവും സാമൂഹികവുമായ പൈതൃകം സ്വയം പുനർനിർമ്മിക്കാൻ തയ്യാറും ആഗ്രഹവും പ്രകടിപ്പിക്കുന്ന മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കൂട്ടാക്കാത്തവരാണ് ഹിന്ദുക്കൾ. അവരാണോ മുഹമ്മദീയരെയും ക്രിസ്ത്യാനികളെയും കാൾ മികച്ചത്? മുഹമ്മദീയൻ ക്രൂരനാണെങ്കിൽ ഹിന്ദു അധമനാണെന്നും ക്രൂരതയേക്കാൾ നിഷ്ഠൂരമാണ് അധമമെന്നും പറയാൻ എനിക്ക് മടിയില്ല. ഹിന്ദു മതം ഒരു മിഷണറി മതമായിരുന്നോ അല്ലയോ എന്നത് ഒരു വിവാദ വിഷയമാണ്. ഹിന്ദു മതം ഒരിക്കലും മിഷണറി മതം ആയിരുന്നില്ല എന്നതാണ് ചിലരുടെ അഭിപ്രായം. മറ്റ് ചിലരുടെ അഭിപ്രായം മിഷണറി മതം ആയിരുന്നെന്നും ആണ്. ഒരു കാലത്ത് ഹിന്ദുമതം മിഷണറി മതമായിരുന്നുവെന്ന് സമ്മതിക്കണം. അല്ലായിരുന്നുവെങ്കിൽ അതിന് ഇന്ത്യയിലാകെ പടരാൻ കഴിയുമായിരുന്നില്ല. ഹിന്ദുമതം ഇന്ന് ഒരു മിഷണറി മതമല്ലെന്ന വസ്തുതയും അംഗീകരിക്കണം. അതിനാൽ ഹിന്ദുമതം മിഷണറി മതം ആയിരുന്നോ അല്ലയോ എന്നതല്ല വിഷയം. യഥാർത്ഥ പ്രശ്നം എന്തുകൊണ്ട് ഹിന്ദുമതം മിഷണറി മതം അല്ലാതായി തീർന്നു എന്നതാണ്. എൻ്റെ ഉത്തരം ഇതാണ്. ഹിന്ദുക്കൾക്കിടയിൽ ജാതി വ്യവസ്ഥ വളർന്നപ്പോഴാണ് ഹിന്ദുമതം മിഷണറി മതം അല്ലാതായി മാറിയത്. മതപരിവർത്തനവുമായി പൊരുത്തപ്പെടുന്നതല്ല ജാതി. വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും ഉൾക്കൊള്ളിക്കുക എന്നത് മാത്രമല്ല മതപരിവർത്തനത്തിൽ ഉൾച്ചേർന്ന ഏക പ്രശ്നം. മതപരിവർത്തനം നടത്തിയവർക്ക് സമുദായത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടം കിട്ടുക എന്നതാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റൊരു വളരെയേറെ പ്രധാനപ്പെട്ട പ്രശ്നം. മതപരിവർത്തനം നടത്തിയവരെ എവിടെ ഉൾപ്പെടുത്തും? ഏത് ജാതിയിൽ പെടുത്തും എന്നതാണ് പ്രശ്നം. അന്യമതസ്ഥരെ തൻ്റെ മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോ ഹിന്ദുവിനെയും അലട്ടുന്ന പ്രശ്നമാണിത്. ഒരു ക്ലബ്ബിലേതുപോലെ ജാതിയിലെ അംഗത്വം എല്ലാ ആൾക്കാർക്കും വിഭാഗക്കാർക്കും വേണ്ടി തുറന്നു കിടക്കുന്നില്ല. ജാതി നിയമം അതിലെ അംഗത്വം
അതിൽ ജനിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ജാതികൾ സ്വയംഭരണപരമാണ്. പുതിയതായി വരുന്ന ആളുകളെ അതിൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഒരു അധികാരം ഒരിടത്തുമില്ല. ഹിന്ദു സമൂഹം ജാതികളുടെ കൂട്ടമാണ്. ഓരോ ജാതിയും അടഞ്ഞ സഹകരണവുമാണ്. അതിൽ പുതുതായി മതപരിവർത്തനം നടത്തിയെത്തുന്നവർക്ക് ഒരു ഇടവുമില്ല. അങ്ങനെ ജാതിയാണ് ഹിന്ദുക്കളെ വികസിക്കുന്നതിനും മറ്റ് മതസമൂഹങ്ങളെ ഉൾക്കൊള്ളാനും തടസ്സപ്പെടുത്തുന്നത്. അതിനാൽ ജാതി നിലനിൽക്കുന്നിടത്തോളം ഹിന്ദു മതത്തിന് ഒരു മിഷണറി മതമാകാൻ സാധ്യമല്ല. ശുദ്ധി എന്നത് വിഡ്ഢിത്തവും നിഷ്ഫലവും മാത്രം.